പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായപതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീകൃഷ്ണ കഥകൾ വൃന്ദാവന ലീലയിൽ വത്സസ്ഥേയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പശുക്കളെയും പശുക്കുട്ടികളെയും ബ്രഹ്മദേവൻ അപഹരിച്ച് കൊണ്ടുപോയ സമയത്ത് അവയെല്ലാം നിമിഷം കൊണ്ട് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ സൃഷ്ടിച്ചത് കണ്ട് വൃന്ദാവനത്തിലേക്ക് വന്ന ബ്രഹ്മാവ് തന്നെ പോലെ അനവധി ബ്രഹ്മാക്കളെ കണ്ട് മായയിൽ വല്ലാതെ മുങ്ങി കൃഷ്ണനെ സ്തുതിച്ചു എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ശ്ലോകത്തിൽ നവമീഡ്യത്തെ പ്രഭവിഷേ തദിഡംബരായ എന്നുള്ള ശ്ലോകമാണ്. കുഞ്ചാവതംസ പരിപിഞ്ചല സന്മുഖായ മന്യസ്വജേ കപളവേത്ര വിഷാണവേണു ലക്ഷ്മശ്രീയ മൃദുപതേ പശുപാങ്കജായ. സ്തുതിക്കപ്പെടാൻ തക്കവണ്ണം മഹാത്മ്യമുള്ളതായിരിക്കുന്ന സർവേശ്വര, ആകാശത്തിൻ്റെ നിറമുള്ളതായിരിക്കുന്ന ഭഗവാനെ, മഞ്ഞപ്പട്ട് ഉടുത്ത് കുന്നിക്കുരുമാല മുതലായിട്ടതൊക്കെ അണിഞ്ഞ് വനമാല ധരിച്ച് ചോറുള്ള കയ്യിൽ പിടിച്ച് ഓടക്കൊള്ള പശുവിനെ മേയ്ക്കാനുള്ള വടി മുതലായിട്ടത് കയ്യിൽ ധരിച്ച് ഏതൊരു ഭഗവാന്റെ മാറത്താണ് മഹാലക്ഷ്മി വിളങ്ങുന്നത്. മൃദുവായിരിക്കുന്ന പാദത്തോടു കൂടിയതായ പശുപാങ്കനായിക്കൊണ്ട് നമസ്കാരം. സാധാരണ സഗുണ ഉപാസന വച്ചിരിക്കുന്നത് ഗുണോപാസനയ്ക്ക് പ്രയാസമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. സഗുണോപാസന സ്വരൂപം. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ നമ്മൾ പരാജയപ്പെട്ടാലോ പിന്നെ നിർഗുണത്തിലേക്ക് എത്താൻ പറ്റുമോ? സഗുണമാണ് എളുപ്പം. അതിൽ പരാജയപ്പെട്ടാൽ അതിലും പരാജയപ്പെട്ടു മറ്റേതിലും പരാജയപ്പെട്ടു എന്നല്ലേ എന്ന് പറയണം. ഒരു കാര്യം മനസ്സിലായി. സ്ഥാനേത്തിത ശ്രുതിഗതാം ശ്രേയശ്രുതിയും ഭക്തിമുദസ്യത്തെ വിഭോ ക്ലിശന്തിയെ കേവല ബോധലത്തെ. അറിവിനായിക്കൊണ്ട് മാത്രം നമ്മൾ പരിശ്രമിച്ച് കുറച്ച് അറിവ് നേടിക്കഴിഞ്ഞാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന മൂഢന്മാർ ചിലതുണ്ട്. അത് ഏതുപോലെയാണ്? തേഷാമസോ ക്ലേശല ഏവ ശിഷ്യതേ നാന്യതാ തൂല തുഷാവകാദിനാം. ഉമി ഇട്ട് കുത്തുമ്പോൾ എത്രത്തോളം അത് നിഷ്ഫലമാവും അതുപോലെയാണെന്നാണ്. നെല്ലിട്ട് കുത്തിയാൽ അരി കിട്ടും, പക്ഷെ ഉമി മാത്രം ഇട്ടിട്ട് കുത്തിയാലോ കൈ കടയും, വേറെ ഒന്നും ഉണ്ടാവില്ലയോ? അതുപോലെയും ഈ അറിവിന് വേണ്ടി മാത്രം ഇങ്ങനെ പരിശ്രമിച്ച് വ്യാകരണമാണെങ്കിലും ബാക്കി എന്താണെങ്കിലും ഭാഷയാണെങ്കിലും അറിഞ്ഞത് കൊണ്ടൊന്നും ഈശ്വരനെ അറിയാൻ കഴിയില്ല. ഈശ്വരനെ അറിയുക എന്നതൊരു അനുഭൂതിയാണ്. അറിവില്ലാത്ത ശബരി, പഠിക്കാത്ത ഗോപസ്ത്രീകൾ ഇവരൊക്കെയും ഭഗവാനെ അറിഞ്ഞു എങ്കിൽ അറിവാണോ ഭഗവാനെ അറിയാനുള്ള അടിസ്ഥാനം? അല്ലേ അല്ല എന്ന് വളരെ വ്യക്തം. ഉമിയിട്ട് കുത്തണ പോലെ വ്യാകരണങ്ങളും ഗ്രന്ഥങ്ങളും ഏറെ പഠിച്ചു, ഏറെ എഴുതി, പാണ്ഡിത്യം നേടി പറയാം കൊള്ളാം, പണ്ഡിതനാണ് തീർച്ചയായിട്ടും, മറ്റൊരാളുടെ മുമ്പിൽ നമുക്ക് പറയാമെന്നല്ലാതെ അതിന് വിശേഷിച്ചൊരു പ്രസക്തിയൊന്നും ഈശ്വരനെ അറിയുന്നതിലില്ല. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഇത് ഒരു മാനദണ്ഡം അല്ല എന്ന് പറയണം. പുരേഖ ഭൂപൻ ഭഗവോഭിയോഗിന ത്വതർപ്പിതേകാനി ജകർമ്മലബ്ധയാ വിഭുത്യഭക്തൈവ കഥോപനീതയാ പ്രവേതിരഞ്ജേച്യുതേ ഗതിം പരാം. അനവധി യോഗിമാർ മുമ്പേ ഇതേപോലെ അവരവരുടെ കർമാനുഷ്ഠാനം കൊണ്ട് ഭഗവാനെ ഭക്തിയിൽ കൂടിയിട്ട് അങ്ങേ പ്രാപിച്ചിട്ടില്ലേ? തഥാപി ഭൂമൻ മഹിമ അഗുണസ്യ ദേവിഭോക്തമർക്കത്തമലന്തരാത്മബീയഭിക്രിയാത്സാനുഭവാദരൂപതോ അനന്യ ബോധ്യാത്മതയാ ന ചാന്യഥ. പല ആൾക്കാരും അങ്ങേ ഭരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങയുടെ മഹിമ തന്നെ വാക്കുകൊണ്ട് പറയാൻ സാധിക്കുന്നതല്ല. മഹിമ അഗുണസ്യത്തെ, ഗുണങ്ങളില്ലാത്തതായിരിക്കുന്ന അങ്ങയുടെ ഗുണങ്ങൾ എങ്ങനെയാണ് വാക്കുകൊണ്ട് പറയുക? അഗുണസ്യ. ആ മഹിമ വളരെ അറിയാൻ പ്രയാസമുള്ളതും ഗഹനമായിട്ടുള്ളതും ആണ്. അന്തരാത്മാവിൽ കണ്ട് അനുഭവിക്കേണ്ടതാണ് ഭഗവത് മഹാത്മ്യം. പറഞ്ഞു നടക്കേണ്ടതോ അല്ല, അങ്ങനെയുള്ളതോ എഴുതി പ്രബലിപ്പിക്കേണ്ടതോ അല്ല. ഇതൊന്നും അതിന് പ്രസക്തിയില്ല. മനസ്സിൽ കാണുന്ന കാര്യം എങ്ങനെയാണ് പറഞ്ഞറിയിക്കുക? അതുകൊണ്ട് സർവേശ്വര,
അത് പ്രത്യേകമായിട്ട് യാതൊരു ക്രിയകളോ യാതൊന്നോ ഇല്ലാതെ അനുഭവ സ്വരൂപത്തിൽ ഒരാൾക്ക് വിളങ്ങേണ്ടതാണ്. കേവലാനുഭവാനന്ദ സ്വരൂപൻ എന്ന് ഭഗവാനെ പറയാൻ അതാണ് കാരണം. അതുകൊണ്ട് സർവേശ്വര അവിടെ പറയണ ഗുണാത്മനത്തേബി ഗുണൻ വിമാതും ഇതാപതിർണർച്ചകൈശ്വരേസ്യ കാലേനയർവ്യാവിമുദാസു കൽപ്പേ ഭൂവാംസവയ്ക്കേ മിഹികാദിവാസ. അങ്ങയുടെ മാഹാത്മ്യം എത്രത്തോളമാണ് വർണ്ണിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നത്. അതിന് ഉപമ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഭൂപാംസവ, ഭൂമിയിൽ എത്ര രേണുക്കളോ അല്ലെങ്കിൽ പൂഴിത്തരികളോ ഉണ്ടോ അതൊരു പക്ഷേ എണ്ണാൻ കഴിഞ്ഞേക്കാം മെനക്കെട്ടാൽ. കഴിയുന്നുള്ളതുകൊണ്ടല്ല, അതിനേക്കാളാണ് ഇതെന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപമിക്കലുണ്ടല്ലോ പലതും. ഖേ മിഹിക ദ്വിഭാസ, ആകാശം. ഖേ എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് എന്നതും ചിലപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വരാം. കഴിഞ്ഞിട്ടല്ല, അസാധ്യമായിട്ടുള്ള രണ്ടെണ്ണം കുറഞ്ഞു. അതിനേക്കാൾ ശ്രമകരമാണ് വാക്കുകളിലെ കൊണ്ട് ഭഗവാന്റെ മഹാത്മ്യം അല്ലെങ്കിൽ അങ്ങയെ വർണ്ണിക്കുക എന്നുള്ളത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ വർണ്ണിക്കുന്നതിനേക്കാൾ, ഭൂമിയിലെ ഭൂപ്പൊടികളെ മൺതരികളെ വർണ്ണിക്കുന്നതിനേക്കാൾ പ്രയാസകരവും ശ്രമകരവുമാണ് സർവേശ്വര അവിടുത്തെ ആ ഭക്തിയെ, അവിടുത്തെ ആ മാഹാത്മ്യത്തെ നമ്മൾ വർണ്ണിക്കുക എന്ന് ഞാൻ കരുതുന്നു. പിന്നെ എന്താണ് ആ മഹത്വത്തെ അറിയാനുള്ള വഴി? അവിടുത്തെ അനുകമ്പ ഉണ്ടാവുക, അത്രയേ ഉള്ളൂ. ഭഗവാൻ കനിഞ്ഞാൽ ഭഗവാനെ നമുക്കറിയാം. എന്തറിയാം? അറിയാൻ കഴിയാത്തവനാണ് എന്നറിയാം, അപ്പോഴും അതേ ഉള്ളൂ. പക്ഷെ അതൊരു വലിയ അറിവാണ്. അറിയാൻ കഴിയാത്തവനാണ് എന്നറിഞ്ഞാൽ അതാണല്ലോ അറിവ്. അറിയാൻ കഴിയാത്തവനാണ് സാധാരണക്കാർക്ക് എന്ന് മനസ്സിലായാൽ അവന് വലിയൊരു കാര്യം മനസ്സിലായിരിക്കണമെന്നർത്ഥം. അതറിഞ്ഞില്ലേ, അത് വെറുതെ അറിവുണ്ടാവുമോ? അതൊരറിവാണ്. തത്തേനു കമ്പാം സുസമീക്ഷമാണോ ഭുഞ്ചാനയേവാത്മകൃതം വിഭാഗം ഹൃത്വാത്മബുദ്ധേതന്നമത്തേ ജീവേദയോ മുക്തിപദേ സദായ ഭാഗ്. അതുകൊണ്ട് അങ്ങയുടെ അനുകമ്പയാണ് ഇതിനുള്ള ഏക വഴി. അനുകമ്പ. ആ അനുകമ്പയെ പ്രതീക്ഷിച്ചു കൊണ്ട് സർവേശ്വര ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഏതൊരാൾ അങ്ങയെ അവനവനാൽ കഴിയുന്ന വിധം ഭജിക്കുന്നുവോ അവർക്ക് എങ്ങനെയെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. എങ്ങനെയെങ്കിലും ഭഗവാന്റെ മഹത്വം ഭഗവാൻ അറിയിപ്പിച്ചോളും. ഇന്ന വിധം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഭഗവാനാണല്ലോ നിശ്ചയിക്കേണ്ടത്. എങ്ങനെ അറിയിപ്പിക്കുക എന്ന് ചോദിച്ചാൽ അതുപോലും നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു വിധത്തിൽ അറിയും അവൻ. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതൊന്നും അല്ലല്ലോ ഇത്. എവിടെയോ കിടക്കുന്ന മഹത്വം ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അറിയാൻ കഴിയാത്തവനാണല്ലോ എന്ന ഒരു രീതിയിലുള്ളൊരു അറിവ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിനെ അറിയിക്കാനൊന്നും കഴിയില്ല. നമ്മുടെ തലയുടെ ഉള്ളിൽ ഒതുങ്ങണതാണോ ഈശ്വരൻ്റെ മഹത്വമോ വലിപ്പമോ എന്തെങ്കിലുമൊക്കെ? ഒന്നുമല്ല. പക്ഷെ അതിൻ്റെ ഒരു അനുഭവം നമുക്കുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. മായാംബിതത്തേക്ഷിതും ആത്മവൈഭവം ക്യാനേച്ചമിവ അർച്ചിരാഗ്നവും. ഇവിടെ പറയുന്ന സൃഷ്ടികർത്താവായിരിക്കുന്ന ഞാനൊരു ബ്രഹ്മാവാണ്, സൃഷ്ടികർത്താവാണ്. എന്തൊക്കെയോ അഭിമാനിച്ചു. അതുകൊണ്ടാണല്ലോ അങ്ങേ പരീക്ഷിക്കാൻ പുറപ്പെട്ടത്. വാസ്തവത്തിൽ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ വലിയൊരു അഗ്നികുണ്ഡം, ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് പോകുന്നതായിരിക്കുന്ന ഒരു തീപ്പൊരി മാത്രമാണ് ഞാൻ. ഒരു അഗ്നികുണ്ഡത്തിൽ നിന്നൊരു തീപ്പൊരി മാത്രമായിട്ട് നമ്മളിങ്ങോട്ട് എടുത്താൽ ആ തീപ്പൊരിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ആ തീപ്പൊരി ഉണ്ടെങ്കിലും അഗ്നി അവിടെ നിലനിൽക്കും, തീപ്പൊരി ഇല്ലെങ്കിലും അഗ്നി അവിടെ നിലനിൽക്കും. ഒരു സൂര്യൻ, അതൊരു രശ്മിക്ക് എന്ത് സ്ഥാനമുണ്ട്? ആ രശ്മി എന്ന് പറഞ്ഞാൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ തന്നെ പറ്റില്ല. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും സൂര്യൻ അവിടെ ഉണ്ടാവും, ഇല്ലേ? ചെറുതായിട്ടൊരു രശ്മിക്ക് എന്ത് സ്ഥാനം, എന്ത് റോള് ഒരു സൂര്യനിൽ? അനവധി രശ്മികൾ നമുക്ക് കാണാം സൂര്യനിൽ നിന്ന്. അനവധി തീപ്പൊരികളാണ് ഒരു തീഗോളം ഉണ്ടാക്കുന്നത്. അതുപോലെയല്ലേ ഞാൻ എന്ന് ചോദിക്കുകയാണ് ബ്രഹ്മാവ്. അങ്ങാകുന്ന സൂര്യനിൽ ഞാനൊരു ചെറു രശ്മി മാത്രം. അങ്ങാകുന്ന അഗ്നികുണ്ഡത്തെ നോക്കുമ്പോൾ ഞാനൊരു പൊരി മാത്രം. അതുകൊണ്ട് സർവേശ്വര എൻ്റെ ആ ഒരു നിസ്സാരത എനിക്ക് ബോധ്യായി ഇപ്പോൾ എന്ന് പറയണം. അതക്ഷമസ്ത അച്യുതമേ രജോ ഭുവോകജാനതത്തൽ പൃഥഗീശമാനിന. അങ്ങ് വേറെ ഞാൻ വേറെ എന്നുള്ള ആ ഒരു തെറ്റായ അറിവ് കൊണ്ട് എനിക്ക് ഈ അഹങ്കാരം സംഭവിച്ചു, അത് ക്ഷമിക്കണേന്ന് പറയാണ്. അങ്ങയൊന്ന് പരീക്ഷിക്കാൻ പുറപ്പെട്ട എൻ്റെ ബുദ്ധിശൂന്യത സദയം അങ്ങ് മാപ്പ് നൽകിയിട്ട് എന്നെ അനുഗ്രഹിക്കണം. അജാവലേബ അണ്ടതമോ അന്ധചക്ഷുഷ രജോ ഗുണത്തിൽ നിന്നാണ് അതുണ്ടായത്. രജോ ഭൂവോ,
രജോ ഗുണത്തിൽ നിന്നാണ് ഭഗവാനും നമ്മളും വേറെ എന്ന തെറ്റായ ബോധം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അന്ധത കൊണ്ട് ബാധിച്ചതായിട്ടുള്ള ആ അറിവ് സർവേശ്വര ദയവായിട്ട് എന്നിൽ നിന്ന് സ്ഥിരമായി നീക്കണേ. ഇനി വീണ്ടും അത്തരം ഒരു അജ്ഞാനത്തിലേക്ക് ഒരു കാരണവശാലും ഞാൻ പോവരുതേ. ക്വാഹം തമോമഗതഖം കചര അഗ്നിവാർഭൂസംവേട്ടിദണ്ഡഘടസപ്തവിദർത്തികായ കേത് വിദാ വിഗണിതണ്ഡപരാണുചര്യാവാദോർദ്ധരോമവിവരസ്തജതേ മഹിത്വം. ഇവിടെ ചോദിക്കുകയാണ്, അഹം കശരാഗ്നിവാർഭൂസംവേട്ടിദണ്ഡഘടസപ്തവിദർത്തികായ. ഈ 14 ലോകങ്ങളും ഏതൊരു ഭഗവാന്റെ രോമകൂപത്തിൽ നിന്നുണ്ടായോ ആ ഭഗവാൻ എവിടെ നിൽക്കണു? ഒരു ബ്രഹ്മാവ് മാത്രമായിരിക്കുന്ന ഞാൻ എവിടെ നിൽക്കണു? പുരുഷസൂക്തത്തിൽ പ്രയോഗം തന്നെ ഉണ്ട്, ഭഗവാന്റെ രോമങ്ങളിൽ നിന്നാണ് ഈ ലോകങ്ങളൊക്കെ ഉണ്ടായതെന്ന്. രോമകൂപങ്ങളിൽ നിന്ന് ഈ ലോകങ്ങളൊക്കെ ഉണ്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് എത്രമാത്രം വലുതും അതിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള രോമകൂപങ്ങളിൽ നിന്ന് സാധാരണ എന്താ ഉണ്ടാവുക? വേർപ്പാണ് ഉണ്ടാവുക അല്ലേ? ഭഗവാന്റെ വേർപ്പ് കണങ്ങൾക്ക് സമാനേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ രോമങ്ങളെ രോമം എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്താരതയെ പറ്റി പറയും, എൻ്റെ രോമത്തിനുണ്ടോ അവൻ? ഭഗവാന്റെയൊക്കെ രോമത്തിന് തുല്യമാണ് ഈ 14 ലോകങ്ങളെ. അപ്പോൾ ഭഗവാൻ എത്രയുണ്ട്? അതുകൊണ്ട് സർവേശ്വര, ഈ അങ്ങയുടെ രോമകൂപങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന 14 ലോകങ്ങൾ എവിടെ? അതിലത്തെ ഒന്നായിരിക്കുന്ന സത്യലോകം ബ്രഹ്മാവും എവിടെ? അങ്ങ് എവിടെ? ഇത് തമ്മിലുള്ള താരതമ്യം അറിയാതെ ഞാൻ അങ്ങയെ പരീക്ഷിച്ചു. അതേത് പ്രകാരത്തിൽ അങ്ങ് ക്ഷമിക്കണം. ഉക്ഷേപണം ഗർഭഗതസ്യ പാതയോ കിങ്കൽപദേ മാധുരതോക്ഷജാഗസേ കിമർത്തിനാർത്തി വ്യപദേശഭൂഷിതം തവാർത്തി കുക്ഷേ കേതപ്യനന്ദ. ഈ ഗർഭസ്ഥരായിട്ടുള്ള ഒരു ശിശു അമ്മയുടെ ഗർഭത്തിൽ കിടക്കുകയാണ്, പ്രസവിക്കാൻ വേണ്ടി കിടക്കണമെന്ന് വയ്ക്കുക, അത്രയ്ക്കൊക്കെ ആയിട്ടുള്ളൂ, 6 മാസമോ 7 മാസമോ ആയിട്ടുള്ള ഒരു കുട്ടി ആ ഗർഭത്തിൽ കിടന്നിട്ട് കുതിക്കുക, അമ്മയെ ചവിട്ടുക, കാലുകൊണ്ട് ചവിട്ടുക എന്നാണ് ശരിക്ക് ചെയ്യുമ്പോൾ ഒരമ്മ അതിനെ ഒരിക്കലും പുറത്തേക്ക് വന്ന കുട്ടിയെ ശിക്ഷിക്കാറില്ല. നീ അവിടെ ഇരിക്കുമ്പോൾ എന്നെ ചവിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ശിക്ഷിക്കാറുണ്ടോ? അതൊരു സുഖമായിട്ട് അമ്മ എടുക്കണു അല്ലേ? കണ്ടോ, നല്ല ചവിട്ടന്നെ ചവിട്ടണ ആൺകുട്ടിയാന്ന് തന്നെ തോന്നണം. കൂടുതൽ അങ്ങനെ കണ്ട ആൺകുട്ടിയാണ് എന്നൊരു വിശ്വാസം അത് അമ്മയ്ക്ക് നിർവൃതിയാണ്. ആ കുട്ടി അവിടെ കിടന്ന് പടഞ്ഞാൽ വലുതായതിന് ശേഷം ഒരാൾ ചവിട്ടി അങ്ങനെയാവുമോ? അപ്പോൾ സർവേശ്വര, എൻ്റെ ഈ ചവിട്ട് അങ്ങ് അങ്ങനെ എടുത്തിട്ട് എനിക്ക് മാപ്പ് തരില്ലേ എന്ന് വളരെയധികം ദുഃഖത്തോട് കൂട്ടി ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ അങ്ങയുടെ ഗർഭത്തിൽ കിടക്കുന്ന ആളാവുക? ജഗത്രയന്തോദതി സംപ്ലവോദേ ജഗത്രയാന്തോദതി സംപ്ലവോദേ നാരായണത്യോദരനാഭിനാളാൻ വിനിർഗതോജസ്ഥിതി വഗ്നവൈ മൃഷ കിംദീശ്വരത്വന്ന വിനിർഗതോസ്മി. ഞാൻ പറയുന്നത് വളരെ യുക്തിയുക്തമാണെന്ന് സമർത്ഥിക്കുകയാണ്. പിന്നെ ഈ 3 ലോകവും പ്രളയത്തിലായിരിക്കുന്ന സമയത്ത് അങ്ങ് ഇതിനെ മുഴുവനെ പ്രളയത്തിലായിട്ട് ഈ ലോകത്തെ ഇല്ലാണ്ടാക്കുമല്ലോ. അങ്ങനൊരു സമയത്ത് ഞാൻ എവിടേക്കാണ് പോവുക? അങ്ങയുടെ നാഭിയുടെ ഉള്ളിലേക്ക് പോവും. പിന്നെ പ്രളയകാലത്ത് ഈ താമര ഉണ്ടായിട്ടാ എന്നല്ലേ ഞാൻ പുറത്തേക്ക് വരിക. അപ്പം ശരിക്കും പ്രളയകാലത്ത് ഞാൻ അങ്ങയുടെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങയുടെ ഉള്ളിലുള്ള ഞാൻ ചവിട്ടി എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശു അമ്മയെ ചവിട്ടിയിട്ട് തമ്മിൽ വളരെ സാമ്യല്ലേ? അതൊരുപോലെ തന്നെയല്ലേ വരിക? അയാൾ അങ്ങയുടെ ഉള്ളിലേക്ക് പോയതായ ഞാൻ അങ്ങയെ ചവിട്ടിയെന്ന് വിചാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് സമർത്ഥിക്കുകയാണ്. നാരായണത്തന്നകി സർവദേഹിനാം ആത്മാസ്യതീശാഖില ലോകസാക്ഷി നാരായണോംഗം നരഭൂജലായന തച്ചാപി സത്യന്ന തവൈവമായ. അങ്ങ് നാരായണനാണ്, ഞാൻ ബ്രഹ്മാവാണ്. നാരായണൻ്റെ ഉള്ളിൽ ബ്രഹ്മാവ് ഉണ്ടാവുക. അപ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുമ്പോൾ അത്രമാത്രം ആ തെറ്റ് അമ്മ സഹിക്കുന്നത്, അതേപോലെ സർവേശ്വര ഞാൻ ചെയ്തതായിട്ടുള്ള തെറ്റ് ക്ഷമിക്കുന്നതിനായിട്ട് അവിടുന്ന് അർഹനാകുന്നു എന്ന് പറയുകയാണ്. പിന്നെ കുറേ ശ്ലോകങ്ങളുണ്ട്. ഏതൊരു ഭഗവാനിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായത്? അതുകൊണ്ട് സർവേശ്വര ആ മായ കൊണ്ടാണ് എല്ലാവരും അങ്ങയിൽ ഭ്രമിക്കുന്നത്. ആ മായ തന്നെയാണ് ഒരു അംശം കൊണ്ട് ഈ പ്രപഞ്ചമായിട്ട് മാറുകയും ചെയ്യുന്നത്. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിക്കണം എന്ന് പറയുന്നത് സൃഷ്ടാവിവാഹം ജഗതോ വിധാന. അങ്ങ് സൃഷ്ടിച്ചിട്ട് ഞാനായിരിക്കുന്ന ബ്രഹ്മാവ് അഹം സൃഷ്ടാവിവാ അഹം ത്രിനേത്ര ശിവൻ
അങ്ങ്, അതായത് വിഷ്ണു, ത്വം, അങ്ങായിരിക്കുന്ന വിഷ്ണു, ത്രിനേത്രനായിരിക്കുന്ന ശിവൻ, ഞാനായിരിക്കുന്ന ബ്രഹ്മാവ്, മൂന്നും അങ്ങയുടെ തന്നെ 3 രൂപങ്ങളാണ്. ഒരാളുടെ തന്നെ 3 രൂപങ്ങളാണ് ഇത്. 3ഉം 3 അല്ല എന്നർത്ഥം. കൊണ്ട് പറയണ തസ്മാദിദം ജഗദശേഷമസസ്വരൂപം സ്വപ്നാപമസ്തതിഷണം പുരു ദുഃഖം. ദുഃഖത്തിൻ്റെ ദുഃഖമായിരിക്കുന്നതായിട്ടുള്ള സ്വപ്നത്തിന് സമാനമായിട്ടുള്ള ഈ ലോകം ഇപ്പം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പ്രളയകാലത്ത് ഉണ്ടാവുന്നതും ഇല്ലാതാവുന്നതുമാണ്. അങ്ങനെ ഇല്ലാതാവുന്നത് കൊണ്ട് ഇത് സ്വപ്നാഭം ആണ്. സ്വപ്നത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ ഉണ്ട് എന്നല്ലാണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതൊന്നുമില്ല. അതിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പ്രളയകാലം എന്ന് പറയുന്നത് ലോകം അവസാനിക്കണം എന്നൊന്നുമില്ല. അവസാനിക്കാത്ത ഒരു സ്ഥിതി തന്നെ നമുക്ക് എടുക്കുക. അപ്പോൾ അവസാനിച്ചിട്ടില്ലല്ലോ. നമ്മുടെ കുറച്ച് മുമ്പേ സംഭവിച്ച ഏതെങ്കിലും കാര്യം ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് പറയാൻ പറ്റുമോ? കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ കൃത്യമായ വാക്ക് പോലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞതല്ലേ 5-10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അയ്യോ വാക്ക് എനിക്കറിയില്ല കേട്ടോ, ആശയം ഞാൻ പറയാമെന്ന് പറയും. അപ്പം അത്ര പോലും ഒന്നും പഴയത് നിൽക്കാത്ത ലോകമാണത്. രാവിലെ ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു പെട്ടെന്ന് ചോദിച്ചാൽ ആലോചിക്കേണ്ടി വരും. ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ പറയാൻ പറ്റൂ. അപ്പം അത് കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു പോകുക തന്നെയാണ്. അപ്പോൾ അതൊരു സ്വപ്നാഭമല്ലേ ശരിക്കും? അതിനാണല്ലോ നമ്മൾ സ്വപ്നാഭം എന്ന് പറയുക. കഴിഞ്ഞു പോയത് പിന്നെ ഉണ്ടാവാത്തതിന് സ്വപ്നത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഉണ്ടാവില്ല. ഒന്നും കൂടി ആ സിനിമ അല്ലെങ്കിൽ ആ സ്വപ്നം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിലൊരു ടാബ്ലറ്റ് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. കഴിഞ്ഞ സ്വപ്നം ഒന്നും കൂടി കാണുക, കുറച്ച് നേരമെങ്കിലും സുഖമായിട്ട് കടന്ന് കാണാമല്ലോ. പറ്റില്ല. ഒരിക്കൽ കണ്ട സ്വപ്നം പിന്നീട് കണ്ടോളണം എന്നൊരു നിർബന്ധവും നമ്മുടെ നിയന്ത്രണത്തിലില്ല. ചിലപ്പോൾ രണ്ടാമത് കണ്ടുകൂടാന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഒന്നും തന്നെ ഇവിടെ നമുക്ക് നിയന്ത്രണം ഉള്ളതല്ല. കഴിയുന്നതും കഴിഞ്ഞതൊന്നും ആവർത്തിക്കുന്നതും അല്ല. അപ്പോൾ സ്വപ്നാഭമാണ് ഈ ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അത്ഭുതം? അപ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? പറയണ ഗുരു ഏവംവിധം ത്വാം സകലാത്മനാമഭി സ്വാത്മാനമാത്മാത്മതയാ വിചക്ഷതേ ഗുരുവർക്കലബ്ധോപനിഷത്സു ചക്ഷുഷാ ഏതേ തരം ദീവ ഭവാനൃതാംബുധിം. സംസാരമാകുന്ന ഈ സാഗരത്തിൽ നമ്മളെ അത് കാണിക്കാൻ ഒരൊറ്റ ആളേ ഉള്ളൂ, ഗുരു. ഗുരുവർക്കലബ്ധ, ഗുരുവാകുന്ന സൂര്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കനിവുണ്ടെങ്കിൽ മാത്രം. ഉപനിഷത്ത് മുതലായുള്ള ശാസ്ത്രങ്ങളിൽ കൂടിയിട്ടും കുറച്ചൊക്കെ ആവാം. രണ്ടും കൂടി ചേർന്നാൽ ഏറ്റവും നന്നായി. ജ്ഞാനമാർഗത്തിൽ കൂടെ സഞ്ചരിച്ചിട്ടും വേണം, ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും വേണം. ആ ഗുരുവാണ് ഈശ്വരലോകത്തേക്ക് സത്യത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ കുറേ കാലം ഈശ്വര സാധന ചെയ്തിട്ടുള്ള പരിചയം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ പരിചയം ചെയ്തിട്ടുള്ള ഒരാൾ നമ്മളെ അവിടേക്ക് എത്തിക്കണതും പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ എത്തിക്കണതും രണ്ടെണ്ണല്ലേ. ഒരാൾക്ക് ഒരു സ്ഥലത്തെ അറിയാം, ഏകദേശം അറിയാം, കണ്ടവരോടൊക്കെ ചോദിച്ചിട്ട് അത് എത്തിക്കണതും നേരെ അവിടേക്കാണ്ട് എത്തിക്കണതുമായ നേരെ അവിടേക്ക് ഒരു തടസ്സം കൂടാതെ എത്തിക്കുന്ന ആളാണ് ഗുരു. മറ്റവരൊക്കെ പ്രാകൃതരും സാധാരണക്കാരും. വളരെയേറെ ക്ലേശമുണ്ട്. ഒരാളോടും ചോദിക്കേണ്ട ഗുരുവിനെ, ഇതാണ്ട് വന്നോളൂ അവിടേക്കാണ്ട് എത്തിക്കാമെന്ന് പറയുന്ന പോലെയാണ്. സഞ്ചരിച്ച് ശീലമുള്ള ആളാണ് ഗുരു. അപ്പോൾ അവർക്ക് നമുക്ക് ഈശ്വരനെ കാണിച്ചു തരാൻ ഒരു പ്രയാസവും ഇല്ല. അവർ പോയ മാർഗം നമുക്ക് പോയാൽ മതി. അവർ നമുക്ക് പറഞ്ഞു തരും ചെയ്യും. നേരെ മറിച്ച് ഒന്നിലും പെടാത്ത ഒരാൾ വളരെ പ്രയാസമാണ് അവിടേക്ക് എത്താൻ. അങ്ങനെ ഗുരുവിൽ കൂടെ സർവേശ്വര അവിടുത്തെ അറിയാം. ഒരുപാട് മാർഗങ്ങളൊന്നുമില്ല, സുലഭമായിട്ട് ലഭ്യമായിട്ടൊന്നുമില്ല. അങ്ങാടിയിൽ കിട്ടുന്ന കാര്യമില്ല അത് എന്നർത്ഥം. അജ്ഞാനസംജ്ഞോ ബഹുബന്ധമൊട്ടോതോ നാമനന്യോത്തരതജ്ഞഭാവാൻ അജസ്ത്രചിത്യാത്മനി കേവലേ പരേ വിചേര്യമാണേ തരണാവിവാഹനി. ഏകാദശത്തിലത്തെ ഒരു പ്രമേയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏകാദശം എന്ന് പറഞ്ഞാൽ മുക്തിയാണ് അതിൽ പറയണത്. ഈ ബന്ധം എന്ന് പറയണതും മുക്തി എന്ന് പറയണതും ജ്ഞാനെന്ന് പറയണതും അജ്ഞാനെന്ന് പറയണതും അങ്ങനെ രണ്ടില്ല. ഇതം എന്നാണ് പറയണത്. ജ്ഞാനുണ്ടെങ്കിലല്ലേ അജ്ഞാനുള്ളൂ, അജ്ഞാനുണ്ടെങ്കിലല്ലേ ജ്ഞാനുള്ളൂ. കെട്ടിയിട്ട ഒരാളെ അഴിച്ചു വിടാം, കെട്ടിയിടാത്ത ഒരാളെ അഴിച്ചു വിടേണ്ട ആവശ്യമുണ്ടോ? എന്നെ അഴിച്ചു വിടൂ എന്ന് പറയണം. അയാൾ മേലെ ആരും കെട്ടിയിട്ടില്ല വെച്ചാൽ അതിനർത്ഥമുണ്ടോ? ആരെങ്കിലും പറയൂ അങ്ങനെ എന്നെ അഴിച്ചു വിടൂന്ന് കെട്ടാത്ത ഒരാളെ? ഇതുപോലെയാണ് വാസ്തവത്തിൽ ജ്ഞാനം, ബന്ധം, മോക്ഷം. ഇത് രണ്ടെണ്ണം ബന്ധിച്ചിട്ടില്ല ആരെയും. ഏതൊരാളുടെ ആത്മാവും ബന്ധിച്ചിട്ടല്ല നിൽക്കണം. ചിലരിങ്ങനെ ബന്ധിച്ചിട്ട് നിൽക്കുക, കെട്ടിയിട്ട്, ചിലരിങ്ങനെ കെട്ടാണ്ട് അങ്ങനെ ഇല്ല എന്നാണ് പറയണത്. എല്ലാവരുടെ ആത്മാവും ബന്ധിക്കാത്ത സ്വതന്ത്രാവസ്ഥയിൽ തന്നെയാണ്. പിന്നെ എന്താണ് ബന്ധം, മോക്ഷം എന്ന് രണ്ട് വാക്ക് ഉണ്ടാവാൻ കാരണം? കെട്ടിയിട്ടില്ലെങ്കിൽ മോക്ഷം എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? ബന്ധം എങ്ങനെ വന്നു? അപ്പോൾ ബന്ധമില്ലേ?
ആ ചോദ്യം വളരെ ശരിയായിട്ടുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം, ബന്ധം എന്ന് പറയുന്നത് യഥാർത്ഥ സംഗതിയല്ല, തോന്നൽ മാത്രമാണ്. തോന്നൽ മാത്രമാണ്. ആ തോന്നൽ കൊണ്ട് നമ്മൾ ബന്ധം 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 എന്നിങ്ങനെ പറഞ്ഞില്ല. തോന്നിയാലും മതി, കുഴപ്പമുണ്ടാക്കാൻ തോന്നലും മതിയല്ലോ, പോരെ. സ്വപ്നത്തിൽ പാമ്പ് പിന്നാലെ വരുന്നു, കടിക്കുന്നു, സ്വപ്നം കണ്ടു, പോരെ. നിലവിളിക്കാൻ വേറെ വല്ലതും വേണോ? അവിടെ പാമ്പുണ്ടോ? ആ തോന്നലിന് പ്രശ്നം ഉണ്ടാക്കാൻ കഴിയും, ഇല്ല എന്ന് വിചാരിക്കണ്ട. ഒരു കയറിനെ കണ്ടു പാമ്പായ അവിടെ എന്തൊക്കെ കുഴപ്പമുണ്ടാവും? വിളക്ക് കൊണ്ടിന്, വടി കൊണ്ടിന്, പിന്നാലെ വരണവരവിടെ നിൽക്കൻ, മുമ്പിൽ വരണവരവിടെ നിൽക്കാൻ പറയൂ. ഒന്നുമില്ല, കയറേ ഉള്ളൂ, അവിടെ പാമ്പുണ്ടോ? അപ്പോൾ ഇല്ലാത്ത സംഗതിക്ക് കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അത് ലോകത്തിൽ പ്രസിദ്ധമാണ്. വാഴയുടെ ഒരു ഇല ആടുന്നത് കാണുന്നു, ഒരാളാണ് അവന് തെറ്റിദ്ധരിക്കണു. പിന്നെ അവിടെ ഉണ്ടാവണ പ്രശ്നം കള്ളൻ ഒളിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുകയാണ്. അയ്യോ വിളക്ക് കൊണ്ടുവരും, ആരും തൊടി പുറത്തേക്ക് ഇറങ്ങണ്ട, അടുത്ത ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ഇന്നവനെ കയ്യോടെ പിടിക്കണം. വിളക്കോ കൊണ്ടുവന്നു, ടോർച്ച, അത് അയ്യോ ഇവിടെ ഒന്നുമില്ല, അത് എന്നെ അപ്പം എന്ത് തോന്നിയത്? വാഴയുടെ കൈ കാറ്റത്താടിയതാ. ആ തോന്നലിന് പ്രശ്നമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആ തോന്നലാണ് ഇവിടെ അജ്ഞാനവും ബന്ധവും. എങ്ങനെ തോന്നുന്നു? അജ്ഞാനം കൊണ്ട് തോന്നുന്നു, ബന്ധം എന്ന് തോന്നുന്നു, തോന്നലാണ്. അപ്പോൾ എങ്ങനെ ഇല്ലാണ്ടേക്കാം? ജ്ഞാനം കൊണ്ട്. വെളിച്ചം കൊടുന്നാൽ ഇരുട്ട് പോവും. ഇരുട്ടിനെ ആരും കൊണ്ടുപോയിട്ട് കൊട്ടയിലാക്കി കൊണ്ടുപോയി കളയുകയും വേണ്ട. കുറേ സ്ത്രീകൾ കൊട്ടയിൽ വിധേയായിട്ട് ഇരുട്ടിനെ കൊണ്ടുപോയി കളയേണ്ട കാര്യമുണ്ടോ? ഒരു വീട് മുഴുവനെ വ്യാപിച്ച് ഇരുട്ട് ഒറ്റ വെളിച്ചം കൊണ്ടല്ല നമ്മൾ കളയണത്, കണ്ടോ? അതേപോലെ ഈ ബന്ധനാവസ്ഥ എന്ന പ്രതീതിയാണത്, തോന്നൽ. നമുക്ക് തീർച്ചയായിട്ടും ജ്ഞാനം കൊണ്ട് ഇല്ലാണ്ട്, ജ്ഞാനത്തിൻ്റെ ഒരു തിരിയാണ് കത്തിച്ചാൽ മതി, ഈ അജ്ഞാനം തന്നെയാണ് പൊക്കോളും. അതുകൊണ്ട് സർവേശ്വര അജസ്ത്രചിത്തി ആത്മനി കേവലേ പരേ, കേവലനായിരിക്കുന്ന പരനായിരിക്കുന്ന മായാബന്ധമില്ലാത്തായിരിക്കുന്ന അങ്ങയിൽ ബന്ധവും മോക്ഷവും സത്യത്തിലില്ല. അജ്ഞാനം കൊണ്ട് നമ്മളൊക്കെ ബന്ധിക്കപ്പെട്ടതാണോ എന്ന് ഇവിടെ തെറ്റിദ്ധരിച്ചിട്ട് ദുഃഖിക്കണം, വെറുതെ ദുഃഖിക്കുകയാണ്. അങ്ങനെ സംഗതി ഇല്ല എന്നാണ് സത്യം. അത് നേടാനുള്ള ജ്ഞാനം നമ്മൾ സമ്പാദിച്ചാൽ മതി. അപ്പോൾ ആ സത്യം നമുക്ക് താനേ ബോധ്യമാവും എന്നർത്ഥം. അതുകൊണ്ടാണ് അറിവ് സമ്പാദിച്ചത് കൊണ്ട് മാത്രമായില്ല എന്ന് പറയണത്. അറിവ് സമ്പാദിക്കുക എന്നതല്ല ഇവിടുത്തെ തിരിയോ ദീപമോ, അറിവ് ആണ്. എന്താ വ്യത്യാസം? അറിവ് സമ്പാദിക്കുക എന്നത് കേവലം ഫാക്ടേഴ്സാണ് ഒക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ശരി. അറിവുകൾ വാക്കുകൾ മാത്രമാണെന്നർത്ഥം. അതുകൊണ്ട് ഉണ്ടാവേണ്ടത് വേറൊന്നാണ്, ഉണ്ടാവേണ്ടത് വേറൊന്നാണ്. തീപ്പട്ടി കൊണ്ട് നമുക്ക് വെളിച്ചം കാണാൻ പറ്റുമോ? അതുപോലെ അത് ഉരച്ച് കത്തിക്കണം, അപ്പോഴേ കാണാൻ പറ്റൂ. തീപ്പട്ടിയല്ല നമുക്ക് വെളിച്ചം തരുന്നത്, തീപ്പട്ടി കൊള്ളിയല്ല വെളിച്ചം തരുന്നത്, ഉരയ്ക്കുന്ന തീപ്പട്ടിയല്ല, അത് ഉരച്ച് കത്തുന്ന തീപ്പൊരിയാണ് നമുക്ക് വെളിച്ചം നൽകുന്നതെന്ന് ഓർക്കണം. അതുപോലെ തീപ്പട്ടിക്കൊള്ളിക്ക് സമാനമാണ് വേദത്തിലായാലും ഗ്രന്ഥത്തിലായാലുള്ള വാക്കുകളൊക്കെ തീപ്പട്ടിക്കൊള്ളികളാണ്. അടുക്കി വെച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന്, ഒരു കാര്യമില്ല. കത്തിയില്ലെങ്കിൽ സർവം നിഷ്ഫലം, ഒക്കെ നിഷ്ഫലമാണ്. കത്തലോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവും. ഇതൊക്കെ ഇല്ലെങ്കിലും ചിലപ്പോൾ കത്തും, അതാ രസം. തീപ്പട്ടിക്കൊള്ളി ഇല്ലെങ്കിൽ വെളിച്ചം കത്തില്ല. പക്ഷെ ഇവിടെ അതില്ലെങ്കിലും ചിലപ്പോൾ വെളിച്ചം കത്തിന്ന് വരും, അനുഗ്രഹം ഉണ്ടെങ്കിൽ. ഗോപസ്ത്രീകൾ, ശബരി, എത്ര ആളുകൾ അവർക്ക് ഇതൊന്നും ഉണ്ടാവാതെ തന്നെ ആ ജ്ഞാനാഗ്നി ഈശ്വരൻ്റെ പ്രസാദം കൊണ്ട് ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ആ തീപ്പട്ടികളുടെ ഉപമ മുഴുവൻ ഇവിടെ ശരിയാവണില്ല. കാരണം അതൊന്നും ഇല്ലാണ്ട് തന്നെ ഇവിടെ ജ്ഞാനുണ്ടാവും. അവിടെ അതില്ലെങ്കിൽ പട്ടിക്കൊള്ളി കത്തില്ല എന്നുള്ളതാണ്. ഒന്നും കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഉണ്ടാവേണ്ട ഒന്നാണ് ഈ ജ്ഞാനം. അതിനറിവൊക്കെ ചിലപ്പോൾ സഹായിച്ചേക്കാം എന്നല്ലാണ്ട് ഒരു എല്ലാം ഒന്നുമല്ല ഈ അറിവ് എന്നർത്ഥം. ഇട്ട് പറയണ സർവേശ്വര, അറിയുന്നവരറിഞ്ഞോട്ടെ. ഞാൻ അടിയറവ് പറഞ്ഞു എനിക്കറിയില്ല. ജാനന്തിത്വം അതാണ് പറയണത്. ഏവജാനന്തു, അറിയുന്നവരറിഞ്ഞോട്ടെ, എനിക്കറിയില്ല എന്ന് ഞാനിതാ സമ്മതിക്കുകയാണ്. ഇവിടെ പറയണ അഹോഭാഗ്യം നന്ദഗോപൃചോസാം. അങ്ങനെ അറിഞ്ഞിട്ടുള്ളൊരു കൂട്ടരാണ് ഗോപവാസികളും ഗോപികളും. എൻ മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. അവരുടെ കൂടെ കളിച്ചിട്ട് ഭഗവാൻ അവർക്ക് അനുഭൂതി കൊടുത്തില്ലേ? അവർ വല്ലതും പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ പഠിപ്പല്ല എന്നർത്ഥം. അതുകൊണ്ട് അവർക്ക് ഭാഗ്യം. ഞാൻ അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായിട്ട് വിചാരിക്കണത്. എന്നിട്ട് ഒടുവിൽ പറയുകയാണ്, എനിക്ക് ആ വൃന്ദാവനത്തിലത്തെ ഒരു പുല്ല് ആയിട്ട്
ഒരു ജന്മമെങ്കിലും അടുത്ത ജന്മം കിട്ടിയാൽ മതി എന്ന് തോന്നുകയാണ്. ബ്രഹ്മാവിൻ്റെ ജന്മം കിട്ടിയിട്ട് ഇപ്പം എന്തേ കാര്യമുണ്ടായി? അങ്ങയെ പരീക്ഷിക്കാനുള്ള ബുദ്ധിശൂന്യതയാണ് ഞാൻ കാണിച്ചത്. ആ ഒരു ബുദ്ധിശൂന്യത വൃന്ദാവനത്തിലത്തെ കല്ലോ പുല്ലോ കാണിക്കില്ലല്ലോ. അവർ കാണിക്കാത്ത ബുദ്ധിശൂന്യതയല്ലേ ഞാൻ ചെയ്തത്. കൊണ്ട് സർവേശ്വര, ആ ഒരു ബ്രഹ്മാവിൻ്റെ പദവി ഒന്നും എനിക്ക് വേണമെന്നില്ല. തതത്വമേ നാതഭൂരിമാർ ഭാഗോ ഭവേത്രവന്യത്രതുവാ തിരച്ചാം ഏനാകമേകോപി ഭവജ്ജനാനാം ഭൂത്വാ നിഷേവേ തവ പാദപല്ലവം. ആ വൃന്ദാവനത്തിലത്തെ ഒരു പുല്ലായിട്ടോ ഒരു കല്ലായിട്ടോ ഒരു പശുവായിട്ടോ വിശേഷബുദ്ധി ഇല്ലാത്ത ജീവിയായിട്ടോ പുഴുവായിട്ടോ ഞാൻ ജനിച്ചാലും വേണ്ടില്ല എന്ന് തോന്നുകയാണ്. അഹങ്കരിക്കണ ബ്രഹ്മാവിനേക്കാൾ നല്ലത് അഹങ്കരിക്കാത്ത ആ ജീവികളല്ലേ ഭഗവാനെ. എന്തേ ഇപ്പോൾ ബ്രഹ്മാവായിട്ട് അഹങ്കരിച്ചതുകൊണ്ട് ഗുണമുണ്ടായത്? ഞാൻ മോശക്കാരനായില്ലേന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് എത്ര താണ ജന്മായാലും വിരോധമില്ല. ഭഗവാന്റെ സ്പർശം കൊണ്ട് ആ അറിവും അനുഭൂതിയും കിട്ടുക, അത് തന്നെയാണ് വേണ്ടത്. ശ്രീകൃഷ്ണ വൃഷ്ണികുല പുഷ്കരജോഷദായി മാനുചരത് ജപശൂർ അതിവൃത്തികാരിൻ ഉദ്ധർമ്മ സർവരഹരക്ഷിതി രാക്ഷകൽപ്പമാർക്കമർഹൻ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണ, ഈ വിഷ്ണുകുലത്തെ പോഷിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഭൂമിഭാരത്തെ തീർക്കാൻ വേണ്ടി പശുക്കളുടെയും ക്ഷേമത്തിനായി കൊണ്ട് അവതരിച്ചതായിരിക്കുന്ന സർവേശ്വര, രാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്യാൻ അവതരിച്ചതായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം എന്നും പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ 3 പ്രദക്ഷിണാണ്ട് വെച്ചു. ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാൻ കഴിച്ച ബ്രഹ്മദേവ പോക്കോളൂ, ഇപ്പം ശരിയായി, ഇപ്പം ശരിയായിട്ടുണ്ട്. അങ്ങയുടെ അഹങ്കാരമെല്ലാം ശമിച്ചില്ലേ, ഇതന്നെ വേണ്ടു. പോയിട്ട് സൃഷ്ടികർമ്മത്തെ യഥാവിധി അനുഷ്ഠിച്ചുകൊള്ളുക. അഹങ്കാരം മാത്രം വേണ്ട കേട്ടോ. ഭഗവാനെ പരീക്ഷിക്കാൻ നിൽക്കരുത്. ഈ ലോകത്തിൽ വേറെ ഏതിനെ പരീക്ഷിച്ചാലും ഈശ്വരനോട് വേണ്ട അങ്ങയുടെ കളി എന്നൊന്ന് എപ്പോഴും ഓർക്കുക. സത്യത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ഏതൊരാളെ അപമാനിച്ചാലും അത് ഈശ്വരനിലാണ് എത്തിച്ചേരുന്നത് എന്ന് പരീക്ഷിക്കണം എന്നുള്ളത് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളത്. വേറെ രീതിയിൽ അപമാനിക്കലാവാം. ഒരാളെ നമ്മൾ അപമാനിച്ചാൽ ആ അപമാനം എവിടെയാണ് ചെന്ന് എത്തുന്നത്? അത് ഭഗവാനിലാണ് ചെന്നെത്തുന്നത് എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് യാതൊരാളെയും ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക. എല്ലാവരുടെ ഉള്ളിലുള്ളത് ഈശ്വര ചൈതന്യമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുക. ആ ഒരു ബോധം ഇല്ലാത്തവർക്കൊക്കെ ബ്രഹ്മാവിന് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ പറ്റും. ഇതൊരു കഥയായിട്ട് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളൊക്കെ നമ്മുടെ കയ്യിൽ ഏതൊരു ഏത് റോളാണ് നമുക്ക് കിട്ടിയതെങ്കിൽ അത് വെച്ച് ലോകത്തിൽ എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ആരെയും ഉപദ്രവിക്കാൻ, ആരെയും നമ്മുടെ താഴെ ആയിട്ട് കാണരുത്. എല്ലാറ്റും ഉള്ളത് ഈശ്വരശക്തിയാണ് എന്ന് കരുതി എല്ലാവരുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ കണ്ടില്ലെങ്കിൽ അത് ബ്രഹ്മാവിന് പറ്റിയിട്ടുള്ള അബദ്ധം നമുക്ക് പറ്റലാവും എന്നുകൂടി ഓർത്ത് സർവചരാചരങ്ങളിലും നിറഞ്ഞ ഈശ്വരനെ കാണാൻ ഉദ്ബോധിപ്പിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ മായയിൽ കുടുങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക, കഴിയുന്നത്ര ശ്രമിക്കുക. അതിനു വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ഈ വത്സസ്തേയം. എന്നങ്ങനെ പറഞ്ഞ് ഇപ്രകാരത്തിലുള്ള ഇലകളിൽ കൂടിയിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു വൃന്ദാവനത്തിൽ എന്നും പറഞ്ഞ വത്സസ്തേയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഏന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.